1000, 500 രൂപയുടെ നോട്ടുകൾ അസാധുവായതോടെ ക്ഷാമം എല്ലാ മേഖലയിലെയും പണമിടപാടുകളെ ബാധിച്ചു. റെയിൽവേ യാത്രക്കാരെയും ആശുപത്രികളിലും നിർമ്മാണ മേഖലയിലുള്ളവരും അനിശ്ചിതത്വത്തിലായി. പോസ്റ്റ് ഓഫീസുകളിലും കറൻസി കൈമാറ്റം നിലച്ചു. ഞങ്ങളുടെ ചില്ലറയില്ലെന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ പെട്ടുപോയി കിടക്കുക. 1000, 500 രൂപ നോട്ടുകൾക്ക് പൊടുന്നനെ വിലയില്ലാതായപ്പോൾ വലഞ്ഞത് സാധാരണക്കാരാണ്. ദീർഘയാത്ര കഴിഞ്ഞ് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയവരും യാത്ര പോകേണ്ടവരും വെട്ടിലായി. എനിക്ക് ഹോട്ടലിൽ കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ ഈ പൈസ കൊണ്ട് ഹോട്ടലിൽ ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. പൈസ കൊടുത്തിട്ട് മാറാൻ പറ്റുന്നില്ല. ഹോട്ടലിൽ പൈസ ഇല്ല. കാർഡ് എടുക്കും. കാർഡിനാണെങ്കിൽ 500 രൂപയ്ക്ക് മുകളിൽ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. रोटी खाने के लिए पैसे नहीं है, दिल्ली जाना हम कैसे जाएगा? होटल वाला पैसे लेता, ऑटो वाला पैसे लेता, सामान सर पे रख के लेके जाएगा. 2 ദിവസം വളരെ വലിയ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾക്കുണ്ടാകും. കാര്യം ഇതൊരു വളരെ ഗോപ്യമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്നത്. സാധാരണക്കാർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. ഉച്ചയോടെ 4 ലക്ഷം രൂപയുടെ ചെറിയ നോട്ടുകൾ കൈമാറിയതായും 15 ലക്ഷം രൂപയുടെ 1000, 500 രൂപ നോട്ടുകൾ ലഭിച്ചതായും റെയിൽവേ സീനിയർ ഡിവിഷണൽ മാനേജർ സുധീഷ് പറഞ്ഞു. SBIയോട് പണം ആവശ്യപ്പെട്ടെങ്കിലും റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ പണം തരാനാവില്ലെന്നായിരുന്നു മറുപടി. നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന പൈസ നമ്മൾ മുഴുവൻ സർക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞു, 4 ലക്ഷത്തോളം. അതിനുശേഷം ആൾക്കാർ ഇപ്പോൾ തരുന്ന പൈസ മാത്രമേ നമുക്ക് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ സാഹചര്യം തുടർന്നാൽ ടിക്കറ്റ് വിതരണത്തെ ബാധിച്ചേക്കാം. ചെറിയ നോട്ടുകൾ ഇല്ലാത്തതിനാൽ പോസ്റ്റ് ഓഫീസുകളിലെയും കറൻസി കൈമാറ്റം നിർത്തിവെച്ചു. റിസർവ് ബാങ്കിൽ നിന്നും പണമെത്തിയാലേ വിനിമയം പുനരാരംഭിക്കാനാവൂ എന്ന് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അറിയിച്ചു. ആശുപത്രികളിലെ പണമിടപാടുകളും അനിശ്ചിതത്വത്തിലാണ്. പല സ്വകാര്യ ആശുപത്രികളിലും ഡിസ്ചാർജുകളും ശസ്ത്രക്രിയകളും മാറ്റിവെച്ചതായാണ് റിപ്പോർട്ടുകൾ. പണമിടപാടുകൾ നടക്കാതായപ്പോൾ നിർമ്മാണ മേഖലയും സ്തംഭനാവസ്ഥയിലായി. ജനത്തിരക്കേറിയപ്പോൾ പല പെട്രോൾ പമ്പുകളിലും കറൻസി കൈമാറ്റം നിർത്തിവെച്ചു. പണമിടപാടുകൾ സാധാരണഗതിയിലാകാൻ 2 ദിവസമെങ്കിലും എടുത്തേക്കും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കറൻസി പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിന് തുല്യവും നാടകവുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് പ്രധാനമന്ത്രി ജനങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തിയത്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടെന്നും ആരുടെയും പണം നഷ്ടപ്പെടുന്ന സാഹചര്യമില്ലെന്നും ധനമന്ത്രി പറഞ്ഞു. ഇളവുകൾക്കായി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി സംസാരിക്കുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. കള്ളപ്പണവും കള്ളനോട്ടും പുറത്തു കൊണ്ടുവരാനാണ് 500, 1000 രൂപയുടെ നോട്ടുകൾ അടിയന്തരമായി പിൻവലിച്ചതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. കള്ളനോട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ നടപടികൾ സഹായിക്കും. എന്നാൽ കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു അളവ് മാത്രമേ ലക്ഷ്യം കൈവരിക്കാനാകൂ എന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കേന്ദ്ര സർക്കാർ നടപടി യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിന് തുല്യവും നാടകവുമാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ഒരു അർദ്ധരാത്രി മുതൽ ഇതെല്ലാം യുദ്ധപ്രഖ്യാപനം നടത്തുന്ന പോലെ 500 കടലാസ് വിലയില്ല എന്നൊക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ നാടകമാണ്. അതുകൊണ്ട് ഈ നടപടി കൊണ്ട് കള്ളപ്പണം ഉണ്ടാവില്ല എന്നാരും ധരിക്കണ്ട. എന്നാൽ ജനത്തിനുണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് ധനമന്ത്രി നിയമസഭയിൽ പ്രത്യേക പ്രസ്താവനയും നടത്തി. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ആരുടെയും പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ പ്രയാസങ്ങൾ പരമാവധി ലഘൂകരിക്കാനുള്ള സാധ്യമായ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കും. ട്രഷറികളുടെ കാര്യത്തിൽ കേന്ദ്രം വ്യക്തമായ മറുപടി പോലും നൽകുന്നില്ലെന്നും ഐസക് കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെ ലോട്ടറി നറുക്കെടുപ്പുകൾ അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചു. KSFE വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലെ ലേലച്ചിട്ടികളും മാറ്റി. സർക്കാർ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ 500, 1000 രൂപയുടെ പഴയ നോട്ടുകൾ സ്വീകരിക്കില്ല. സഹകരണ മേഖലയിലെ അരാജകത്വം വളരെ വലുതാണെന്നും നടപടി സാമ്പത്തിക മാന്ദ്യം കൂടുതൽ രൂക്ഷമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇളവുകൾക്കായി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി സംസാരിക്കുമെന്നും ഐസക് വ്യക്തമാക്കി. BJP നേതാവ് റാം മാധവൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ വിമർശിച്ചതിൽ കേരള നിയമസഭ ഐകകണ്ഠേന പ്രതിഷേധിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം വന്നതോടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത് വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളാണ്. പലർക്കും യാത്ര തന്നെ മതിയാക്കി തിരിച്ചു പോകേണ്ട അവസ്ഥയിലായി. ആലപ്പുഴയുടെ കായൽ ഭംഗി ആസ്വദിക്കാൻ എത്തിയ വിനോദസഞ്ചാരികളും നിരാശയിലായി. 500, 1000 നോട്ടുകൾ സർക്കാർ പിൻവലിച്ചതോടെ കേരളത്തിലെ കായൽ ടൂറിസത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പ്രതിദിനം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തുന്ന ആലപ്പുഴയിൽ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന വിനോദസഞ്ചാരികൾ പോലും എത്തുന്നില്ല. വൻകിട ടൂർ ഓപ്പറേറ്റർമാരുടെ കീഴിലുള്ള ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. നമ്മളെപ്പോലുള്ള കച്ചവടക്കാർ ഈ ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ടും നമുക്ക് മിഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഡയറക്റ്റ് ബാങ്കിലാണ് പേയ്മെൻറ്റ് വാങ്ങാറ്. ഇപ്പോൾ വന്നിരിക്കുന്ന ലോക്കൽ കുറേ കസ്റ്റമർക്ക് നിന്നൊന്നും പേയ്മെൻറ്റ് മേടിക്കാനോ അവരെയൊന്നും വാങ്ങാനോ ഒന്നും പറ്റിയിട്ടില്ല. അവർക്ക് ഇവിടെ വന്ന കുറേ ഗസ്റ്റുകൾ ആഹാരം പോലും കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാണെങ്കിൽ നമ്മളിവിടെ വിദേശീയരടക്കമുള്ള വിനോദസഞ്ചാരികളാണ് കുട്ടനാട്ടിലെത്തുന്നതെങ്കിലും മുന്നറിയിപ്പില്ലാതെ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വരും ദിവസങ്ങളിലും ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്.
മറ്റത് ഇവരുടെ നിന്നും പൈസകൾ കളക്ട് ചെയ്യുമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഇന്നുകൊണ്ട് ഈ ഗ്രൂപ്പ് തീരുക, 10 ദിവസം കൊണ്ട് കണ്ടിന്യൂസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ വിഷയം വരും ഇന്നും നാളേക്ക് ആയി വന്നത്. ഇപ്പം ക്യാൻസലേഷൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കണക്ക് തന്നെ ഈ ചിലവഴിക്കാനായിട്ട് പൈസ ഇല്ലല്ലോ. ഗസ്റ്റ് വരുന്നുണ്ട്, പക്ഷേ ഈ പൈസയുടെ പ്രശ്നം കാരണം ഗസ്റ്റുകൾ വന്നിട്ട് തിരിച്ചു പോവുക. അതിന് പൈസ മറിഞ്ഞു പോകണ്ടേ. വിനോദസഞ്ചാരത്തിനായി ആലപ്പുഴയിലെത്തിയ ടൂറിസ്റ്റുകൾക്ക് ATM മറ്റും ഉപയോഗിക്കാൻ കഴിയാതായതോടെ കായൽ ടൂറിസം എന്ന പ്രതീക്ഷയെ നഷ്ടമായിരിക്കുകയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 1000, 500 രൂപ നോട്ടുകൾ അസാധുവായതോടെ സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ മദ്യവിൽപ്പന കുത്തനെ കുറഞ്ഞു. ചില്ലറയുള്ളവർക്കേ മദ്യം നൽകൂവെന്ന് മദ്യവിൽപ്പനശാലകൾ അറിയിച്ചതോടെ പലരും മദ്യം വാങ്ങാതെ മടങ്ങി. എവനും തന്നില്ല, അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതും കൂടി അടിക്കി. 500, 1000 ഇല്ല. 1000, 500 രൂപ നോട്ടുകൾ സ്വീകരിക്കുന്നതല്ലെന്ന ബോർഡ് എല്ലാ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലും ഉയർന്നു കഴിഞ്ഞു. ചില്ലറയുമായി വന്നാൽ മാത്രമേ മദ്യം കിട്ടൂ. ഇതോടെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ തിരക്കൊഴിഞ്ഞ അപൂർവ കാഴ്ചയ്ക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. കച്ചവടം പൊതുവെ ഇന്ന് തിരക്ക് കുറവാണ്. സാധാരണ നല്ല തിരക്കുണ്ടാവുന്നതാണ് ഈ സമയത്ത്, ഇപ്പം കുറവാണ്. 1000ഉം 500ഉം പിൻവലിച്ചതിൽ മദ്യപർക്ക് കടുത്ത പ്രതിഷേധം. പലരും മദ്യം വാങ്ങാതെ മടങ്ങി. എന്തിനു ചെയ്യാൻ പറ്റും? നേരെ വിളിക്കുമ്പോൾ 500, 1000 എടുക്കൂലെന്ന് പറഞ്ഞാൽ കൂലിപ്പണി തന്നെയാണ്. നമ്മൾ ഡെയിലി 500 രൂപ കിട്ടും. ആ പൈസ കൊണ്ട് ആഹാരമായി രാവിലെ കിട്ടില്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് സാധനം വാങ്ങിക്കണമെങ്കിൽ അവർ 500 എടുക്കൂല, 1000 എടുക്കൂല, ചില്ലറ എടുക്കുള്ളൂ. ഇവിടെ പലരും വന്ന കരഞ്ഞ്. വലിയ നോട്ടുകൾ പോകുന്ന പോക്കിൽ തങ്ങളുടെ വെള്ളം കുടി മുട്ടിച്ചതിന്റെ അങ്കലാപ്പിലാണ് മദ്യപാനികൾ. 2 ദിവസം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്നതാണ് ഇവരുടെ ഏക പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഉണ്ണികൃഷ്ണൻ തൂങ്ങി മരിച്ചു. കർണാടക സുല്ലപ്രയിൽ പോലീസുകാരുമായി അടിപിടി ഉണ്ടാക്കിയതിന് കേസിൽപ്പെട്ടിരുന്നു. ഇതിന്റെ പേരിൽ ഹൈക്കോടതി ഉണ്ണികൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷനാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ വാഴപ്പള്ളി സ്വദേശിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കാസർഗോഡ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് VK ഉണ്ണികൃഷ്ണൻ. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് കാസർകോട്ടെ ഔദ്യോഗിക വസതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ ഉണ്ണികൃഷ്ണനെ കണ്ടെത്തുന്നത്. കൂടെ താമസിച്ചിരുന്ന ബന്ധു ഭക്ഷണം വാങ്ങാൻ പുറത്തുപോയി തിരികെ വന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 അഭിഭാഷകർക്കൊപ്പം കർണാടകയിലെ സുബ്രഹ്മണ്യയിൽ കഴിഞ്ഞ ശനിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തി വരുമ്പോൾ മജിസ്ട്രേറ്റ് സുള്ളിയിൽ മദ്യപിച്ച് ബഹളം വെച്ചതായി ആരോപണമുയർന്നിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും മജിസ്ട്രേറ്റ് ഉണ്ണികൃഷ്ണനെതിരെ കർണാടകയിലെ സുള്ളിയ പോലീസ് കേസെടുത്തു. കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണനെ പോലീസ് അന്ന് തന്നെ വിട്ടയച്ചു. പിന്നീട് കാസർഗോഡ് എത്തിയ മജിസ്ട്രേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സുള്ളിയ പോലീസ് ശീതളപാനീയത്തിന് മദ്യം നൽകി തന്നെക്കൊണ്ട് കുടിപ്പിക്കുകയും സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തതായി മജിസ്ട്രേറ്റ് ഉണ്ണികൃഷ്ണൻ കാസർഗോഡ് പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ പരാതി സുള്ളിയ ഡിവൈഎസ്പിക്ക് പോലീസ് കൈമാറുകയും ചെയ്തു. ഇതിനിടെയാണ് മജിസ്ട്രേറ്റ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. ജില്ലാ ജഡ്ജി മനോഹര കെണി, ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ്, ADM അംബുജാക്ഷൻ തുടങ്ങിയ ഉയർന്ന ഉദ്യോഗസ്ഥർ സംഭവം പറഞ്ഞ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSKTU സംസ്ഥാന സമ്മേളനത്തിന് മൂവാറ്റുപുഴയിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ പട്ടിണിക്കിട്ട് ശുചിമുറികളെക്കുറിച്ച് വീമ്പിളക്കുന്ന ഭരണാധികാരികളുടെ നിലപാട് അപഹാസ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് B. രാഘവൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് ഔപചാരിക തുടക്കമായി. തുടർന്ന് നേതാക്കളും സമ്മേളന പ്രതിനിധികളും രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. വലിയൊരു പങ്ക് ജനങ്ങൾ പട്ടിണി കിടക്കുന്ന രാജ്യത്ത് ശുചിമുറികളെക്കുറിച്ച് മാത്രം ഭരണാധികാരികൾ ചിന്തിക്കുന്നത് വിരോധാഭാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര നയങ്ങൾ മൂലം കൃഷിഭൂമി കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അന്യമാവുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രഖ്യാപനം എന്താ? ശുചിമുറി ഉണ്ടാക്കുക എന്നാണ്. ഭക്ഷണം കഴിക്കാണ്ടേ ശുചിമുറി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എനിക്കത് മനസ്സിലായിട്ടില്ല. ശുചിമുറി ഉണ്ടാക്കാൻ വലിയ പ്രശ്നം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഭക്ഷണം കഴിക്കുമോ? പോഷകാഹാര കുറവ് വന്നിരിക്കുക. എന്താ പരിഹാരം? ഗവൺമെന്റ് യോഗം വിളിച്ചിരിക്കുക പോഷകാഹാര കുറവ് ചർച്ച ചെയ്യാൻ. ഇതിനെന്താ ചർച്ച ചെയ്തത്? പൊതിഞ്ഞു കൊടുക്കണമെന്നാണ്. ഈ പോഷകാഹാരം കുറയുന്നതേ ഭക്ഷണം നമ്മൾ പൊതിഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് പോഷകാഹാരം ഒലിച്ചു പോവാണ്. എന്നല്ലേ? ഭക്ഷണം പാകം ചെയ്തപ്പോൾ പോഷകമൂല്യം കുറഞ്ഞു, പിന്നെ അതിന്റെ പൊതിഞ്ഞു വെച്ചതിൽ കുറഞ്ഞു, പാത്രത്തിൽ കുറഞ്ഞു. അങ്ങനെയാണ്. അല്ലാതെ ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ടും അഖിലേന്ത്യാ പ്രസിഡന്റ് S. തിരുനാവക്കരശ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. റിപ്പോർട്ടുകളിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും 2 ദിവസങ്ങളിലായി നടക്കും. 23 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് വിവിധ ജില്ലകളിൽ നിന്നായി 571 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 11-ന് സമ്മേളനം വൻപിച്ച കർഷക തൊഴിലാളി റാലിയോടെ സമാപിക്കും. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
മതനിരപേക്ഷത കാഴ്ചപ്പാടുകൾ വെച്ചുപുലർത്തുമ്പോഴും വർഗീയതയെ ചെറുക്കാൻ നാം ജാഗരൂകരായിരിക്കണമെന്ന് മുഖ്യമന്ത്രി. AVR അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്ന സെമിനാർ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചു വരുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്നും മാധ്യമപ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു. വർഗീയ സംഘടനയായ RSS ആണെന്നതാണ് ഇന്നത്തെ അതീവ ഗൗരവതരമായ പ്രശ്നമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മതനിരപേക്ഷത വച്ചുപുലർത്തിക്കൊണ്ട് വർഗീയതയെ ചെറുക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. MV രാഘവന്റെ 2ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാറും പുരസ്കാര സമർപ്പണവും വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്നത് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ വർഗീയ സംഘടനയായ RSS ആണെന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും കടുത്ത ഭീഷണി. ഇതിനെതിരെ മതനിരപേക്ഷ ശക്തികളെല്ലാം ജാഗ്രത പാലിക്കേണ്ട ഘട്ടമാണ്. മതനിരപേക്ഷത വെച്ച് പുലർത്തുമ്പോൾ തന്നെ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടും സ്വീകരിക്കാനാവണം. എങ്കിൽ മാത്രമേ വർഗീയതയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്താനാവൂ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം പ്രമുഖ ക്യാൻസർ രോഗ വിദഗ്ധൻ VP ഗംഗാധരന് പുരസ്കാരം കൈമാറി. ഇന്ത്യൻ ദേശീയ സാഹചര്യവും ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മാധ്യമപ്രവർത്തകൻ ശശികുമാർ വിഷയാവതരണം നടത്തി. ഇടതുപക്ഷത്തിന് കാലിക പ്രസക്തിയില്ലെന്ന വാദം മറികടന്ന് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്ന വർത്തമാന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് എന്നതാണ് അനുഭവമെന്ന് ശശികുമാർ പറഞ്ഞു. There is a false sense that the left is something of the past, not of the future. Whereas we know now from our experience and the world over that the left is becoming increasingly relevant. MV രാഘവന്റെ മകൻ MV നികേഷ് കുമാർ, CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, CMP നേതാക്കൾ പാട്യം രാജൻ, KR അരവിന്ദാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഫാക്ടിലും HOCLലും സ്വകാര്യ കമ്പനികൾ നിക്ഷേപം നടത്താൻ തയ്യാറായാൽ സ്വാഗതം ചെയ്യുമെന്ന് രാസവസ്തു വളം പാർലമെന്ററി കാര്യ സമിതി അധ്യക്ഷൻ ആനന്ദ് റാവു. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ സമിതി തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. രാസവസ്തു വളം പാർലമെന്ററി കാര്യ സമിതിയുടെ സിറ്റിംഗിനാണ് ആനന്ദ് റാവു അഡ്ഹൽ കോഴിക്കോട് എത്തിയത്. ഫാക്ടിലെയും HOCLലെയും ഉദ്യോഗസ്ഥരും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും സമിതിക്ക് മുന്നിലെത്തി. സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് നീങ്ങരുതെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ സമിതിയോട് അഭ്യർത്ഥിച്ചു. ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുമെന്നും പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങളെ സഹായിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ആനന്ദ് റാവു അഡ്ഹൽ പറഞ്ഞു. Fortunately, government is coming forward, and always we visit the various companies in country, and accordingly we mention the problems, so we ask the government to help them. കേരളത്തിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് സമിതിയുടൻ പാർലമെന്റിന് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വയനാട്ടിൽ കാട്ടാനകൾ വെടിയേറ്റ് ചെരിയുന്നത് തുടർക്കഥയായ സാഹചര്യത്തിൽ നാടൻ തോക്കുകൾക്കായി വ്യാപക റെയ്ഡ് നടത്താൻ പോലീസിന്റെ തീരുമാനം. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് കാര്യമായ പരിശോധന നടത്തുക. കൂടാതെ ലൈസൻസുള്ള തോക്കുകൾ സംബന്ധിച്ചും അന്വേഷണം നടത്തും. കഴിഞ്ഞ 6 മാസത്തിനിടെ 2 ആനകളാണ് വയനാട്ടിൽ വെടിയേറ്റ് ചെരിഞ്ഞത്. നാടൻ തോക്കുകൾ ഉപയോഗിച്ചായിരുന്നു 2 ആനകളെയും വെടിവെച്ചു കൊന്നത്. വനാതിർത്തി പ്രദേശങ്ങളിൽ നാടൻ തോക്കുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തോക്കുകൾക്കായുള്ള പരിശോധനകൾ വ്യാപകമാക്കുവാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് ചീഫ് K. കാർത്തിക് എല്ലാ ആംസും പരിശോധിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ നാടൻ തോക്ക് ഉണ്ടാക്കുന്ന ഈ ബ്ലാക്ക് സ്മിത്തുകൾ അങ്ങനെയുള്ള ആൾക്കാർ എടുത്തിട്ട് അവരുടെ ആക്ടിവിറ്റീസും എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ആവശ്യമായ നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം കേണിച്ചിറ അതിരാറ്റുകുന്നിൽ കാട്ടാന ചെരിഞ്ഞത് ഷോക്കേറ്റാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കമ്പി ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയത് ആനയെ വെടിവെച്ചു കൊന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു. കറണ്ട് ഷാക്ക് കൊടുത്ത് ആനയെ കൊന്നു. പിന്നെ ഈ കമ്പി റാഡ് കൊണ്ട് അയൺ റാഡ് കൊണ്ട് കുത്തിയതാണ്. അതാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. അതിരാറ്റുകുന്നിലെ ആനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേർ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, വയനാട്. ഹെഡ്മാസ്റ്ററെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ തുടർച്ചയായി ക്ലാസ് ബഹിഷ്കരിക്കുന്നു. കാസർഗോഡ് കണ്ണിവേൽ ഗവൺമെന്റ് UP സ്കൂൾ PTA തീരുമാനപ്രകാരമാണ് മുഴുവൻ കുട്ടികളും കഴിഞ്ഞ 2 ദിവസമായി സ്കൂളിൽ ഹാജരാകാത്തത്. എന്നാൽ അന്വേഷണ വിധേയമായി അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് ഹെഡ്മാസ്റ്ററെ സ്ഥലം മാറ്റിയതെന്ന് കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പറയുന്നു. പഠന സമയത്ത് 7ാം ക്ലാസ്സിലെ 3 വിദ്യാർത്ഥികളെ അധ്യാപകൻ വീട്ടുജോലി ചെയ്യിച്ചതിനെ തുടർന്ന് വിവാദമായ സ്കൂളാണ് കണ്ണിവേൽ ഗവൺമെന്റ് UP സ്കൂൾ. ഈ സംഭവത്തിൽ ആരോപണ വിധേയനായ അധ്യാപകൻ തോമസ് ജോസഫിനെ അന്വേഷണ വിധേയമായി കാസർഗോഡ് DD സസ്പെൻഡ് ചെയ്തിരുന്നു.
അന്വേഷണത്തിന് DD.U. കരുണാകരൻ സ്കൂളിൽ വന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ഹെഡ്മാസ്റ്ററുടെ ഭാഗത്ത് അക്കാദമിക് ഭരണപരമായ കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഹെഡ്മാസ്റ്റർ ഗോപാലകൃഷ്ണനെ തവനത്ത് ഗവൺമെന്റ് UP സ്കൂളിലേക്ക് സ്ഥലം മാറ്റി. ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി നടത്തിപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഗോപാലകൃഷ്ണൻ. പകരം നിയമിച്ച ഹെഡ്മാസ്റ്റർ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നയാളാണെന്ന് ഈസ്റ്റേളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോമിന ജോണി ആരോപിച്ചു. മാഷ് പോകുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം. ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് വരുന്ന അധ്യാപകനെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതിവിടെ ഫ്ലാഷായിപ്പോയി. കാരണം വരുന്ന അധ്യാപകൻ മദ്യപാനിയാണ് എന്നുള്ളൊരു കാര്യം ഇവിടുത്തെ പേരൻസ് തിരിച്ചറിയും. അതിന്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ അടുത്ത് പരാതി തരികയും ചെയ്തു. ഹെഡ്മാസ്റ്റർ ഗോപാലകൃഷ്ണന്റെ സ്ഥലമാറ്റം പിൻവലിച്ചില്ലെങ്കിൽ ഈ സ്കൂളിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും TC വാങ്ങുമെന്ന് PTA പ്രസിഡന്റ് സന്തോഷ് പറഞ്ഞു. ഞങ്ങളുടെ നിർദ്ദേശം ഞങ്ങളുടെ ഹെഡ്മാഷിനെ തിരിച്ച് ഇവിടെ തന്നെ എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ 50ഓളം കുട്ടികൾ നാളെ TCക്ക് അപേക്ഷ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അവർ കൊടുക്കും. പിന്നെ 5-6 കുട്ടികളെ പിന്നെ ഈ സ്കൂളിൽ അവശേഷിക്കുള്ളൂ. അത് 7 ക്ലാസുകൾ മാത്രമുള്ള കണ്ണിവേൽ ഗവൺമെന്റ് UP സ്കൂൾ 1972 പ്രവർത്തനം തുടങ്ങിയതാണ്. ഈ സ്കൂളിനോടനുബന്ധിച്ച് ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. ആകെയുള്ള 58 വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഗുരുതരമായ വീഴ്ചകൾ കണ്ടതിനെ തുടർന്നാണ് ഹെഡ്മാസ്റ്ററെ സ്ഥലം മാറ്റിയതെന്ന് കാസർഗോഡ് DD.U. കരുണാകരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ഗ്രേറ്റ് ഫാദറിന്റെ പോസ്റ്റർ പുറത്തിറങ്ങി. ചിത്രത്തിന്റെ നിർമ്മാതാവും നടനും കൂടിയായ പൃഥ്വിരാജാണ് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റർ പുറത്തുവിട്ടത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം ഗ്രേറ്റ് ഫാദറിന്റെ കിടിലൻ പോസ്റ്റർ പുറത്തിറങ്ങി. ചിത്രത്തിന്റെ നിർമ്മാതാവും നടനും കൂടിയായ പൃഥ്വിരാജാണ് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പോസ്റ്റർ പുറത്തിറക്കിയത്. ഒപ്പം ഡേവിഡ് എന്നാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് എന്നും പൃഥ്വിരാജ് വെളിപ്പെടുത്തി. നവാഗതനായ ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ദ ഗ്രേറ്റ് ഫാദർ ആക്ഷൻ ത്രില്ലർ കൂടിയാണ്. തമിഴ് നടൻ ആര്യ, മാളവിക, സ്നേഹ എന്നിവരാണ് സിനിമയിലെ മറ്റു താരങ്ങൾ. ചിത്രം ക്രിസ്മസിനെത്തുമെന്നാണ് സൂചനയെങ്കിലും സിനിമയുടെ റിലീസ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പൃഥ്വിരാജിന്റെ ഉടമസ്ഥതയിലുള്ള ഓഗസ്റ്റ് സിനിമാസാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അതിഥി താരമായി പൃഥ്വിരാജും ചിത്രത്തിൽ എത്തുമെന്ന് വാർത്തകളുണ്ടെങ്കിലും അത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും തന്നെയില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്. പാലക്കാട് പട്ടാമ്പിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായി പരാതി. പ്രശ്നത്തിൽ കുറ്റക്കാരായവരെ MES സ്കൂൾ മാനേജ്മെന്റ് സംരക്ഷിക്കുന്നതായും ആക്ഷേപമുയരുകയാണ്. വിഷയം ഏറ്റെടുത്ത് ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടന രംഗത്ത് വന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 9-നാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത്. പട്ടാമ്പി MES ഇന്റർനാഷണൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഷ്കർ അലിയെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങും വഴി തടഞ്ഞു നിർത്തി സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. +1 വിദ്യാർത്ഥികളെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. പരിക്കേറ്റ കുട്ടി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പട്ടാമ്പി പോലീസിൽ പരാതിയും നൽകി. എന്നാൽ സ്കൂൾ മാനേജ്മെന്റ് റാഗിങ്ങിനിരയായ കുട്ടിയെ പുറത്താക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് പിതാവ് യൂസഫ് പറഞ്ഞു. റാഗിങ്ങിന് വിധേയനായ കുട്ടിയെ പുറത്താക്കുകയും 15ഓളം വരുന്ന റാഗിങ് നടത്തിയ വിദ്യാർത്ഥികളെ യാതൊരു പ്രശ്നമില്ലാതെ അവിടെ പഠിപ്പിക്കാനും കൂടി അവർ തയ്യാറായിരിക്കണം. ഇതിൽ നിന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കാം, 15 കുട്ടികളെ പുറത്താക്കി കഴിഞ്ഞാൽ അവരുടെ വരുമാനത്തിൽ വലിയ നഷ്ടം വരും. ഒരു കുട്ടിയെ പുറത്താക്കി കഴിഞ്ഞാൽ അത്ര പ്രശ്നം വരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എതിർകക്ഷികളുടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി തള്ളി. എന്നിട്ടും കുറ്റക്കാരായവർക്കെതിരെ യാതൊരു നടപടിയും സ്കൂൾ അധികൃതർ സ്വീകരിച്ചില്ലെന്ന് വിഷയം ഏറ്റെടുത്ത ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. പ്രശ്നം സ്ഥലം MLA മുഹമ്മദ് മൂസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും സഹായം വാഗ്ദാനം ചെയ്തെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.